പക്ഷേ ഇക്കുറി പ്രധാനമന്ത്രി വരുമ്പോൾ തിരുവനന്തപുരം മേയർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? എന്തായിരിക്കും അതിൻ്റെ ഒരു ഫലം? കുഴപ്പമുണ്ടാവും? വലിയ ആകാംക്ഷയോടെയാണ് തിരുവനന്തപുരത്തെ ജനം കാത്തിരുന്നത്. ആദ്യമായി ഒരു BJP മേയർ ഉണ്ടാവുക, പ്രധാനമന്ത്രി വരുമ്പോൾ പോയി സ്വീകരിക്കുക. ഇതിനൊക്കെ കാത്തിരുന്ന ജനം സ്വാഭാവികമായും ഇതെന്തേ ഇങ്ങനെ സംഭവിക്കാൻ എന്നൊരു തോന്നലുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എങ്കിൽ കൂടി അതിനകത്ത് കാതലായ വിഷയങ്ങളുണ്ട്. അതിന് മുമ്പ് സംഭവിച്ച ചില പിഴവുകളും കൂടി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ രാജേഷിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവും. ഇത് സ്വന്തം നിലയിലെടുത്ത തീരുമാനമൊന്നും ആയിരിക്കില്ല മിക്കവാറും. പക്ഷേ എങ്കിൽ കൂടി പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോൾ പിഴവുകളില്ലാതെ ഇന്നിപ്പോൾ ഇന്ന് തന്നെ 2 മണിക്കൂർ നേരത്തേക്കാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. ഈ 2 മണിക്കൂർ നേരത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തിലേക്ക് എത്തുമ്പോൾ കേരളം ആകെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവിക്കുക. ഇത് പിഴവില്ലാത്ത രീതിയിൽ 2 മണിക്കൂർ കഴിച്ച് പ്രധാനമന്ത്രി വിടേണ്ടുന്ന ഉത്തരവാദിത്തം നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട്, എല്ലാ വിഭാഗങ്ങൾക്കും ഉണ്ട്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2021 മറ്റോ ആണെന്ന് തോന്നുന്നു, ഈ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് വരുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ടൊന്നും പറയുന്നില്ല, പക്ഷേ അന്ന് അതൊരു പിഴവായി. അറിഞ്ഞ് നിങ്ങൾ ചെയ്താലും അറിയാതെ ചെയ്താലും സ്വാഭാവികമായും ഈ അന്ന് 10-14 വണ്ടികൾ പ്രസിഡന്റ് പോകുമ്പോൾ CM ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ നിശ്ചയിച്ചിരിക്കുന്ന വേദിയിലേക്ക് എത്താനുള്ള ആര്യ രാജേന്ദ്രൻ്റെ ശ്രമത്തിനിടയിൽ ഈ വണ്ടി ആ VIP വണ്ടികൾക്കിടയിലേക്ക് കയറുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. വലിയ സുരക്ഷാ വീഴ്ചയാണത്. അതായത് ഈ 14 വണ്ടിയെങ്കിൽ 14 നമുക്ക് ഈ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഇവിടെ സുരക്ഷാ കവചം എന്ന് പറയുന്നത്. അപ്പോൾ അത് അന്ന് കേന്ദ്ര ഏജൻസികൾ ഒരുപാട് പരാതികളും ഒക്കെ പറഞ്ഞിരുന്നു, അന്വേഷണം നടത്തിയിരുന്നു. ഇത് മനഃപൂർവ്വമല്ലാത്ത ഒരു കടന്നുകയറ്റമാണെങ്കിൽ കൂടിയും അതൊരു വലിയ പിഴവാണ്. പിന്നീട് എനിക്ക് തോന്നുന്നു പൂജപ്പുര മൈതാനത്തോട്ടായിരുന്നു തോന്നുന്നു, വേണ്ടത്ര ഒരുക്കം നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം മേയർ അന്ന് ആര്യ രാജേന്ദ്രൻ ആയിരുന്നു. ആര്യ രാജേന്ദ്രൻ സാന്ദർഭികമായ ഒരു കാര്യം കൂടെ പറയാം. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ല. പ്രസിഡന്റിൻ്റെ വണ്ടിയിൽ ആ വാഹന വ്യൂഹത്തിനിടയിൽ പോലും ചില വണ്ടികളെ ഓവർടേക്ക് ചെയ്ത് കയറാൻ ശ്രമിച്ചു. അത് പിഴവാണ്, അബദ്ധത്തെ പറ്റിയാണ്, ഒക്കെയാണ്. പക്ഷേ പിൽക്കാലത്ത് നമ്മളെന്താ കണ്ടത്? നമ്മുടെ ഒരു ബസ് ഡ്രൈവറെ യദുവിനെ വഴി തടഞ്ഞു നിർത്തിയിട്ട് ആ വണ്ടി കയറി പോയ ഒരു സംഭവം ഓർമ്മയുണ്ടോ? അപ്പോൾ ഈ കുട്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവം പണ്ടേ ഉണ്ടെന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പോൾ ഈ വരികൾക്കിടയിൽ വായിച്ചാൽ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന തരത്തിൽ ഒരു മേയർ പെരുമാറരുത് എന്ന് മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചത് കൊണ്ടാകണം വാസ്തവത്തിൽ. ഇപ്പോൾ അത് മാത്രമല്ല, പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 ചടങ്ങുകളിൽ വേദിയിൽ മേയർ സന്നിഹിതനായിരിക്കണം. ഒരുപക്ഷേ പ്രധാനമന്ത്രി അവിടെ എത്തുന്ന സമയത്ത് ഓടിച്ചാടി കയറാനൊന്നും കഴിയില്ലല്ലോ. പക്ഷേ പ്രധാനമന്ത്രി പ്രസിഡന്റ് പറയുമ്പോൾ അങ്ങനെയാണ്. ആ പ്രോട്ടോക്കോൾ ഒരുപാടുണ്ട്. സ്വാഭാവികമായും മേയറുടെ വണ്ടി പിന്നാലെയാണ് എങ്കിൽ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പാകെ അവിടെ നിന്ന് കൈകൊടുത്ത് സ്വീകരിക്കാൻ നമ്മുടെ മേയർ അവിടെ ഉണ്ടാകണം. അതിന് കഴിയാതെയും വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വാസ്തവത്തിൽ അവിടെ മേയർ ഞാൻ 2 വേദിയിലേ ഉണ്ടാവൂ എന്ന് പറയാം. അത് അദ്ദേഹം സ്വന്തം നിലയിലെടുത്ത തീരുമാനമൊന്നും ആയിരിക്കില്ല. ഇവിടെ കൃത്യമായി തന്നെ പണ്ട് ആര്യ രാജേന്ദ്രൻ ഇത് സംഭവിച്ചപ്പോൾ BJP പ്രസിഡന്റായിരുന്ന സുരേന്ദ്രൻ പോലും വളരെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അപ്പോൾ ഇത് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ഇതൊക്കെ ഭംഗി ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ഇവിടെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മുമ്പ് തന്നെ എന്തെല്ലാം തരത്തിലായിരിക്കും അത്. എത്രയോ പോലീസുകാർ മഫ്റ്റിയിൽ ഇവിടെ ഉണ്ടാവും, എത്രയോ ഇന്റലിജൻസ് വിങ്ങുകാരുണ്ടാവും. ഇങ്ങനെ ഈ പഴുതടച്ചാണ് വാസ്തവത്തിൽ ഒരു രാഷ്ട്ര നേതാവ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൽ ഒരു ചെറിയ പഴുവ് പോലും വലിയ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടേക്കാം. അത്തരം ഒരു ദുർവ്യാഖ്യാനം രാജേഷ് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്ത് തന്നെ പറഞ്ഞാലും ഈ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള രാജേഷിൻ്റെ മനസ്സാണ് അവിടെ കാണേണ്ടത്. ഓക്കെ, അതാണ് ഞാനൊരു സംശയം അപ്പോൾ ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് നമ്മൾ ഈ പ്രസിഡന്റ്, പ്രധാനമന്ത്രി ഇങ്ങനെയുള്ള VVIPകൾ വരുമ്പോൾ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ദൂരദർശൻ പോലുള്ള ഔദ്യോഗിക മാധ്യമങ്ങളെയൊക്കെ വെച്ചിട്ട് കോർഡിനേഷന് വേണ്ടി മീറ്റിംഗ്, സംസ്ഥാനത്തെ പോലീസ് ചീഫ്, ആ പോകുന്ന സ്ഥലത്തെ പോലീസ് ചീഫ്, ഇങ്ങനെയുള്ളവരെ എല്ലാം വെച്ചുവിട്ട് നമ്മളൊരു കോർഡിനേഷൻ മീറ്റിംഗ് നടത്തും. അത് ഇന്ന വണ്ടി ഇന്ന സ്ഥാനത്ത്, ഇന്ന വണ്ടി ഇന്ന സ്ഥാനത്ത്, പാസ് കൊടുക്കേണ്ടത് ഇന്നതൊക്കെ എന്നും ഓരോന്നിൻ്റെയും പൊസിഷൻ തീരുമാനിക്കുകയും അതിനെ തുടർന്നൊരു റിഹേഴ്സൽ നടത്തുകയും ചെയ്യും. അപ്പോൾ റിഹേഴ്സലിൽ മേയറുടെ വണ്ടി എവിടെ എന്നുള്ളത് തീരുമാനിച്ചാണ് ഈ റിഹേഴ്സലും കൂടെ നടത്തുന്നത്. ഇതെല്ലാം തീരുമാനിച്ച് ഇന്ന പൊസിഷൻ എന്നുള്ളത് അതൊക്കെ വളരെ ഓർക്കസ്ട്രേറ്റ് ആയിട്ടുള്ള സിങ്ക് പ്ലാനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് പാളിച്ച പറ്റിയെന്ന്, അന്ന് പാളിച്ച പറ്റിയതോ? അന്ന് പാളിച്ച പറ്റിയത് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. വേണ്ട രീതിയിൽ അതിനെ ഗൗനിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിപാടി സംഭവിക്കില്ല. അന്ന് 14 വണ്ടി എന്നാണ് എൻ്റെ ഓർമ്മ. ഈ 14 വണ്ടികൾ പോകുമ്പോൾ വേണ്ടതിൽ മാഷി പറഞ്ഞതുപോലെ വളരെ കൃത്യമായി താഴെ തട്ട് മുതൽക്ക് ഉന്നതതല യോഗം വരെ നടക്കും. അവിടെ ആ പിഴവാണ്. എവിടെയോ ആരോ മനഃപൂർവ്വമല്ല എങ്കിൽ കൂടിയും
ഒരു അലംഭാവം അതിനകത്തുണ്ടായി. ആ പിഴവിനും നമ്മൾ വേറൊരു ലെവലുണ്ട്. അതായത് SPG അങ്ങനെയുള്ള ഈ Z കാറ്റഗറിയിലുള്ളവരാണ് ഇവരൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആളുകൾ യാതൊരു പഴുതും കടക്കാത്ത അതിനെ തടയും. അങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ എല്ലാം നേരത്തെ കിട്ടിയിരിക്കും. അതനുസരിച്ച് ഇതല്ലാതെ ഒരെണ്ണം കയറി വന്നാൽ അപ്പം തടയാറുണ്ടവരെ. ഒരു പേടിയില്ല അവർക്ക്, ഒരു ഗവൺമെന്റിനെയും പേടിയില്ല, ആരെയും പേടിയില്ല. അപ്പോൾ പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ ശംഖുപം ഭാഗത്തുനിന്നോ വേളി ഭാഗത്തുനിന്നോ അന്ന് അതായത് അന്ന് 14 വണ്ടിയെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നിരിക്കുള്ളൂ. ഇതേപോലെ ആയിരിക്കും എന്തെങ്കിലും മേയർ അവിടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിന് അവിടെ ഒരു പിഴവ് പറ്റി. അത് എവിടെയോ ഒരു പിഴവ് ഉറപ്പായും പറ്റി. അത് എവിടെയാണെന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോയതും. ഈ മാഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മാഷിൻ്റെ നാട്ടുകാരനായ ഒരു മന്ത്രി, മാഷിൻ്റെ സ്ഥലപ്പേരുള്ള മുമ്പിലുള്ളൊരു മന്ത്രി, പണ്ട് എനിക്ക് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഇവിടെ വന്ന് ആയുർവേദ ചികിത്സയ്ക്ക് വന്ന് രാജ്ഭവനിൽ താമസിച്ച ഒരു കാലം മാഷ്ക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ PhD വിദ്യാർത്ഥിയെ കൊണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ അന്ന് വിദ്യാർത്ഥിയെ കൊണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ രാജ്ഭവൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു മതിൽ കെട്ടിയിരുന്നു. ഇത്തരത്തിലാണ് കെട്ടിയത്. പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. ഇത് ഇങ്ങനെയാണ് കെട്ടിയിരുന്നത്. കാരണം നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ വരാൻ പറ്റും. ഈ വനിത കുറച്ച് ഏറെക്കാലം അന്നെന്തോ സുരക്ഷാ ത്രട്ടം കണ്ടുണ്ടായിരുന്നു അവർക്ക് അവിടെ. അപ്പോൾ ആയുർവേദത്തിൻ്റെ പേര് പറഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ വന്ന് നിന്നു. മറ്റേ LTT പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് വൻ സുരക്ഷയാണ്. ആ കവടിയാർ വെള്ളയമ്പലം ഭാഗത്തെ ഫ്ലാറ്റുകൾക്ക് മുകളിലൊക്കെ മറ്റേ കക്ഷികൾ തോക്കും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ ഈ PhD തീസിസ് ഇന്നത്തെ പോലെയുള്ള ഒരു സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലം കൂടിയാണ്. അന്ന് ഇലക്ട്രോണിക് ടൈപ്പിംഗ് ഒക്കെയാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ടൈപ്പിംഗ് കഴിഞ്ഞിട്ട് രാത്രി 12:30-1 മണിക്ക് ഇതുവഴി വരും. ഈ റൂട്ട് വരുമ്പോൾ എൻ്റെ വണ്ടി പഴയ RS100 യമഹ അല്ലെങ്കിൽ ഒരു പഴയ ചേതക് എന്നൊരു സ്കൂട്ടറുണ്ട്. ഇത് എല്ലാ ദിവസവും അവിടെ നിൽക്കുന്ന നമ്മുടെ പട്ടാളക്കാർ കാണും, ഒക്കെ കാണും. അവരെന്നും പിടിച്ച് നിർത്തും. നമ്മൾ എന്നും പിടിച്ച് നിർത്തിയിട്ട് എൻ്റെ വഴി നോക്കും. പക്ഷേ നമ്മൾ നല്ല പരിചയമായി, ഡെയിലി ഇങ്ങനെ വന്നൊന്ന് പരിചയമായി. ഞാൻ പറഞ്ഞു വരുന്നത്, അക്കാലയളവിൽ ഈ മന്ത്രി തൊട്ടപ്പുറത്ത മന്ത്രിമന്ദിരത്തിലാണ് ഇദ്ദേഹം താമസം. ഇത് അന്നത്തെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അന്നത്തെ പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ഈ വാർത്ത എന്ന് വലിയ തമാശ അപ്പോൾ ഇത് ഈ മന്ത്രിക്ക് രാത്രി എങ്ങാണ്ട് ഒരു വ്യത്യസ്തമായി ഒരു ആഹാരം കഴിക്കണമെന്ന് തോന്നി. തൊട്ടപ്പുറത്ത് വളരെ പ്രശസ്തമായ തിരുവനന്തപുരത്ത് ഏറ്റവും പഴക്കം ചെന്ന ആദ്യ തട്ടുകടകളിലൊന്ന് ഈ ഭാഗത്താണ്, വെള്ളയമ്പല ഭാഗത്താണ്. അവിടെ നല്ല ചൂട് തട്ട് ദോശയും ചട്നിയൊക്കെ കഴിക്കണമെന്ന് മന്ത്രിക്കൊരു ആഗ്രഹം തോന്നിയിട്ട് ഇദ്ദേഹം വാർത്തകളിൽ പറയുന്നത് മഫ്റ്റി ഡ്രസ്സിലാണ് മന്ത്രി ഇറങ്ങിയത്. അതായത് ഒരു ബനിയൻ നോക്കിയിട്ട് ഒരു ലുങ്കിയൊക്കെ കൊടുത്തിട്ട് ഇദ്ദേഹം ഇറങ്ങി അങ്ങോട്ട് പോയപ്പോഴാണ് ഇവർ പിടിച്ചത്. ഭാഗ്യത്തിനാണ് വെടിവെക്കാൻ രക്ഷപ്പെട്ടത്. ഇദ്ദേഹം ഓടി മന്ത്രിമന്ദിരത്തിലോട്ട് കയറി കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇത് വലിയ വലിയ വാർത്തയായി. ഞാൻ പറഞ്ഞത്, അവരെ സംബന്ധിച്ച് വെടിവെച്ചാലൊന്നും കുഴപ്പമൊന്നുണ്ടാവില്ല. കാരണം ഒരു അൺവാണ്ടഡ് കക്ഷിയാണ് കയറുന്നത് എന്ന് തോന്നൽ അവർക്ക് ഉണ്ടായാൽ ഇല്ലെങ്കിൽ അത് സെക്യൂരിറ്റി ലാപ്സായി മാറും. അത് വലിയ വിഷയങ്ങളിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് എല്ലാവിധ അധികാരവും ഉള്ള ഒരു സംഘമായിരിക്കും സജ്ജമായി ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ക്രമീകരണത്തിൽ ഒരു പിഴവ് രാംനാഥ് കോവിന്ദ് അന്ന് വന്നപ്പോൾ സംഭവിച്ചത്. അതൊരു മനഃപൂർവ്വമല്ലാത്ത ഒരു പിഴകായിരിക്കാം. പക്ഷേ അത് അങ്ങനെ ആ പിഴവ് സംഭവിച്ചുകൂടാ. കാരണം ആ പിഴവ് സംഭവിച്ചാൽ ഈ ലൂപ്പ് ഹോൾ കൂടി മറ്റൊരാൾക്ക് ഇതേപോലെ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. അതിൽ നിന്നൊക്കെ പാഠം പഠിച്ചിട്ടാകണം രാജേഷ്. ഇവിടെ നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. രാജേഷ് ആ പാഠം ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. പാഠം ഉൾക്കൊണ്ട് എങ്ങനെയാണ് മറികടക്കാൻ ചിന്തിച്ചു, വേണ്ട രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും. ബാക്കിയെല്ലാം പെർഫെക്റ്റ്ലി ഡൺ ആയിരിക്കും. ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടാവും. പ്രധാനമന്ത്രി വരുമ്പോൾ ആ എല്ലാം കൊടുത്തിട്ട് ഭംഗിയായിട്ട് സ്വീകരിക്കാനും പറ്റും. അപ്പോൾ കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇനി 2 മണിക്കൂറിനിടയിൽ 1 മിനിറ്റ് പോലും 1 സെക്കൻഡ് പോലും പിഴവുണ്ടാവരുത്. കാരണം രാജ്യത്തിൻ്റെ ജീവനാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. നമ്മുടെ സീമുമൊക്കെ അങ്ങനെ തന്നെയാണ്. സീമിനൊക്കെ അങ്ങനെ പ്രൊട്ടക്ഷൻ ആവാം. പക്ഷേ അതിലൊരു പിഴവാണ് പ്രശ്നം. ഈ പിഴവാണ് ഈ നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. പിന്നെ അരിരാജേന്ദ്രനെ പോലൊരു കുട്ടിയുടെ വോയിസും ഒക്കെ അന്ന് വിഷയമായിരുന്നിരിക്കാം. ഈ പറഞ്ഞ പോലെ കളിച്ച് കിടന്നൊരു പെൺകുട്ടിയെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പറയാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട്. പക്ഷേ ആ പിഴവിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠം. ഇപ്പോൾ രാജേഷ് ഇപ്പോൾ ഇന്നലെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. കൊടിതോരണങ്ങളൊക്കെ മാറ്റുന്നതും ഒക്കെ അദ്ദേഹം കർശനമായി പട്ടികളെ പിടിക്കുന്നതും. അപ്പോൾ ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ഇതേപോലെ സെക്യൂരിറ്റി വൈസ് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ മന്ത്രിമാർക്കും ഒക്കെ ഇങ്ങനെ സെക്യൂരിറ്റി കിട്ടും. പക്ഷേ എന്നെയും സാറിനെയും പോലുള്ള സാധാരണക്കാർക്ക് റോഡിൽ നടക്കണ്ടേ. അവരുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഇനി കണ്ണിൽ മറയുന്ന രീതിയിലൊരു ഫ്ലക്സ് അവിടെ ഉണ്ടാവരുത്. എന്താണ്, നടന്നു പോകുന്ന ഒരാൾക്ക് പട്ടികടിയാക്കാതെ നടന്നു പോകേണ്ടി വരും ഉള്ള സാഹചര്യം ഉണ്ടാവണം. പൊട്ടിപ്പൊളിഞ്ഞ ഓടകളിൽ വീണ് ചാകാതിരിക്കാൻ നോക്കണം. ഇതൊക്കെയാണ് നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത്തരം സെക്യൂരിറ്റികളിലേക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പുതിയ മേയർ
കണ്ണോടിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. സ്വാഗതാർഹമായിട്ടുള്ള കാര്യം. ഒരു സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടാവാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.